ഹായ് ഹലോ വെൽക്കം ടു നെത്യാസ്മാജിക്. എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് പെപ്പർ ഫ്രൈ ആണ് കേട്ടോ. കുരുമുളക് ഇട്ട് വരട്ടിയ ഒരു ടൈപ്പ് മുട്ടക്കറിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഈ കറിക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാനായി ഞാനിവിടെ 1 സ്പൂണ് പെരിഞ്ചീരകവും പിന്നെ ഒരു കറുവാപ്പട്ട 2 ഗ്രാമ്പും ഒരു ഏലക്കായും പിന്നെ ഒരു 10-12 കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായി പൊടിഞ്ഞ് വരില്ല കേട്ടോ, നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ആ പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് മുട്ട ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, കൂടുതൽ തീയാവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സൈഡ് 2 മിനിറ്റ് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വേറെ എണ്ണയൊന്നും ഒഴിക്കണ്ട, ഇതേ എണ്ണയിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ ചേർക്കുന്നത്. 2 സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. 1 തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. 1 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇനി തക്കാളി നന്നായി ഒന്ന് കുക്കായി വരണം. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ടൈമിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, അപ്പോൾ ഞാനതുകൊണ്ട് അത് ചേർക്കുന്നില്ല. ഇത് നമ്മുടെ മസാല പൊടിച്ച് വെച്ചതാണ്. ഈ തക്കാളി ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയുടെ ആഡ് ചെയ്യാം കേട്ടോ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ തക്കാളി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ ആ ഒരു മസാല ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ 1/2 സ്പൂൺ മസാല മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഫുള്ള് നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ 1.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മുളക് പൊടി അധികം ആവരുത് കേട്ടോ, കാരണം കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണം നമുക്കിതിൽ മുന്നിൽ നിൽക്കാൻ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് വരട്ടി കൊടുക്കാം. ഇപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ആദ്യം ചേർക്കുന്നത്. ഇനി നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതൊരു ഡ്രൈ ആയിട്ട് വെക്കാം, നമുക്ക് ഗ്രേവിയുള്ള ടൈപ്പും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേവിയുള്ള ടൈപ്പാണ് വെക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് വെള്ളമോടി ഞാൻ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഇതിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മുട്ട ആഡ് ചെയ്യാം. അപ്പോൾ ഡ്രൈ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഈ വെള്ളം ഒന്നുകൂടി വറ്റിയതിന് ശേഷം വേണം കേട്ടോ മുട്ട ചേർക്കാൻ. ഇനി ഈ കറിയൊക്കെ നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറിയുടെ എസൻസ് ഒക്കെ മുട്ടയിൽ നന്നായി ഒന്ന് പിടിക്കും. എന്നിട്ട് 2 മിനിറ്റ് കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കാം കേട്ടോ.
അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിരിക്കണം. അതിന് ശേഷം വേണം കേട്ടോ സെർവ് ചെയ്യാൻ. ഇതിനു മുമ്പ് ഞാൻ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ പെപ്പർ ചിക്കൻ പോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു എഗ് കറിയാണിതും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിനൊപ്പമായാലും അപ്പത്തിനൊപ്പമായാലും ചപ്പാത്തിക്കൊപ്പമായാലും ഒക്കെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് 10 മിനിറ്റ് അടച്ചു വെച്ചിരിക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസി എഗ് പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.